അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത് നായ തട്ടിയ സ്ഥലത്തെ കഴുകുന്നതിൻ്റെ രൂപത്തെക്കുറിച്ചാണ്. നായ ഒരു സ്ഥലത്ത് ഒരു പാത്രത്തിലോ മറ്റോ മുഖമിട്ട് കഴിഞ്ഞാൽ ആ പാത്രത്തെ 7 തവണ കഴുകേണ്ടതാണ്. അതേസമയത്ത് നായൻ്റെ ശരീരം നനവില്ല, ഉണക്കാണ്, തട്ടിയ സ്ഥലത്തും നനവില്ല, ഉണക്കാണ് എങ്കിൽ പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരും കഴുകേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. 7 പ്രാവശ്യം കഴുകേണ്ടതില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കഴുകുകയാണെങ്കിൽ കഴുകാമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് നനവോടുകൂടിയാണെങ്കിൽ നായയുടെ ശരീരത്തിൽ നനവുള്ള സമയത്താണ് തട്ടിയത്, അല്ലെങ്കിൽ നായ തട്ടുന്ന സ്ഥലം നനവുള്ള സ്ഥലമാണ്, നമ്മുടെ ശരീരമോ നമ്മുടെ വസ്ത്രമോ എന്തായിരുന്നാലും വിരോധമില്ല. അവിടെയെല്ലാം 7 തവണ ഞാൻ പറഞ്ഞ രൂപത്തിൽ കഴുകേണ്ടതാണ്. നായ മുഖമിട്ടതായ പാത്രം അത് 7 പ്രാവശ്യം കഴുകൽ, നനവുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പാത്രത്തിലോ ഭക്ഷണത്തിലോ മുഖമിട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണം ഉപേക്ഷിക്കേണ്ടതാണ്. ആ ഭക്ഷണമുള്ള പാത്രം 7 തവണ കഴുകേണ്ടതാണ്. അതിൽ ആദ്യത്തെ തവണ 1, 2, 3 മണ്ണ് കലർത്തി കഴുകേണ്ടതാണ്. 7 തവണയിൽ അവസാനത്തെ ഭാഗമല്ല മണ്ണ് കലർത്തേണ്ടത്, ആദ്യത്തെ ഭാഗത്തിലാണ് മണ്ണ് കലർത്തേണ്ടത്. അങ്ങനെയാണ്, ആ രൂപത്തിൽ കഴുകാനാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.